സഞ്ജു, എന്റെ മോളെവിടെ? പറ സഞ്ജു, എന്റെ മോളെവിടെ? എന്റെ മോളെ, എനിക്ക് എന്റെ മോളെ കാണണം സഞ്ജു. എവിടെയാന്ന് വെച്ചാ നീ എന്നെ അവിടേക്ക് കൊണ്ടുപോ. വിശ്വസിക്കും, സ്വാതിക്കൊന്നും സംഭവിക്കില്ല. പിന്നെ ഞാൻ കേട്ടതോ, ഫോൺ വിളിച്ച് അവര് പറഞ്ഞത് ഇങ്ങനെയൊന്നുമല്ല. എന്റെ മോളെ ഒന്ന് ഞാൻ കണ്ടോട്ടെ. എന്റെ മോളെ കാണാതെ ആരും പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. അച്ഛനെങ്കിലും ചെന്നൊന്ന് പറ ആരോടെങ്കിലും. അവളുടെ അമ്മയ്ക്ക് അവളെ ഒന്ന് കാണണമെന്ന്. സഞ്ജു, ആക്സിഡന്റ് നടന്ന ഉടനെ ഒരു സ്ത്രീ അച്ഛന്റെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞിരുന്നു. അവര് പറഞ്ഞ മോനെ ഞങ്ങൾ ഈ വിവരം അറിയുന്നേ. വലിയപ്പച്ചി, സ്വാതി ഇവിടെ എത്തിക്കുന്നത് വരെ അവൾക്ക് ബോധം ഉണ്ടായിരുന്നു, കൂടെ അമ്മ ഉണ്ടായിരുന്നു. എന്നിട്ട് അവളെവിടെ മോനെ? ഇവിടെ വെച്ച് കരഞ്ഞു വിളിച്ച് അവള് ബോധം കെട്ട് വീണു. ഒരു റൂമില് അവളെ കിടത്തിയിരിക്കുക. പോവരുതേ പോവരുതേന്ന് ഞാൻ അവളോട് പറഞ്ഞതാ. എന്നവളെന്റെ വാക്ക് ധിക്കരിക്കാൻ തുടങ്ങി. അന്ന് തുടങ്ങിയ കഷ്ടകാലം. ആ പെണ്ണ് കാരണം ആപത്ത് വരുമെന്ന് ഞാൻ ഭയന്നതാ. അത് തന്നെ സംഭവിച്ചു. സമയദോഷം കൊണ്ട് ഓരോന്ന് സംഭവിക്കുന്നതിന് മറ്റുള്ളവരെ എന്തിനാ കാഞ്ചനെ പഴിക്കുന്നത്? വീട്ടിലിരുന്നതല്ലേ അവൾ. ആരോ പറയുന്ന കേട്ട് അമ്മുന്റെ വിവാഹ ആൽബം വാങ്ങാൻ ഓടിയതാ. ഇതൊരു ആക്സിഡന്റ് അല്ല, കരുതിക്കുട്ടി ചെയ്തതാ. അത് അവിടെ അല്ലെങ്കിൽ മറ്റൊരിടത്ത് വെച്ച് ഉറപ്പായിട്ട് സംഭവിക്കുമായിരുന്നു. രാജു, നീ അമ്മുന്റെ അടുത്തേക്ക് ചെല്ല്. റൂം നമ്പർ 504 അമ്മ ഉണ്ട്. കാവേരി, നീ കൂടെ ചെല്ലു. അമ്മ ശ്രീകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. സ്വാതി വന്ന വണ്ടി വഴിയിൽ എവിടെയോ കേടായി. അങ്ങനെയാ അവൾ എന്നെ വിളിച്ച് പറഞ്ഞത്. ഞാൻ വഴിക്ക് വെച്ച അമ്മുനെ കണ്ട് കാറിൽ കയറ്റിയത്. അമ്മു എന്തിനാ ശ്രീകുട്ടിയുടെ പിന്നാലെ പോയത്? സ്വാതി ആൽബം വാങ്ങാൻ പോയതൊന്നും അമ്മുനെ അറിയില്ലായിരുന്നു. സ്വാതി അവളോടത് പറയാതെ പോയത്. സഞ്ജു, നീ ഡോക്ടറുമായിട്ട് സംസാരിച്ചോ? സർജറിക്ക് മുൻപ് സംസാരിച്ചു. അവൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾ സമാധാനായിട്ടിരിക്കും. പ്രഭയോട് ഞാൻ എന്ത് പറയും? തറവാട്ടിലേക്ക് വരുന്നതിനോട് പ്രഭയ്ക്ക് ഒട്ടും യോജിപ്പില്ലായിരുന്നു. മോർണിംഗ് വാ. എന്റെ മോള്, മോളെ ശ്രീകുട്ടി, അമ്മയ്ക്ക് നിന്നെ ഇങ്ങനെ കാണേണ്ടി വന്നല്ലോ. സഞ്ജു, എന്റെ പൊന്നു മോളെ, പ്ലീസ് ഒച്ച ഉണ്ടാക്കരുത്. മോളെ, നിന്റെ അമ്മയാ. കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളൂ. എനിക്ക് എന്റെ മോളുടെ അടുത്ത് നിക്കണം മോനെ. പ്ലീസ്, ഞാനിവിടെ നിന്നോട്ടെ. ഞാൻ വിളിച്ച എന്റെ മോള് കണ്ണു തുറക്കും.
മോളെ ശ്രീകുട്ടി വല്യപ്പച്ചി വന്ന് വല്യപ്പച്ചി തന്നെ വാ, വന്ന് വാ. ശ്രീദേവി, ഞാൻ എന്ത് പൂജകൾ വേണമെങ്കിലും ചെയ്യാം. ശ്രീദേവി, എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയാ മാത്രം മതി. ശ്രീദേവി, ഏത് ദൈവ ശ്രീദേവി എന്റെ സങ്കടം കണ്ട കണ്ണു തുറക്കുന്നത്? ഏത് ക്ഷേത്രനടയിലേക്കാ ശ്രീദേവി ഞാൻ ഓടേണ്ടത്? ശ്രീദേവി, എനിക്കത് പറയുതാ ശ്രീദേവി. നമ്മുടെ മോളെ നമുക്ക് തിരിച്ചു കിട്ടും കാഞ്ചനെ. ദൈവം അത്രയ്ക്ക് ക്രൂരത കാണിക്കില്ല. അവളൊരു ചെറിയ കുട്ടിയ. ഒരു ജീവനാ വേണ്ടതെങ്കിൽ എന്റേതങ്ങ് കൊണ്ടുപോയിക്കോട്ടെ. എന്റെ ഒരു മകളെ ദൈവം തിരിച്ചെടുത്തു. ഇതുപോലെ ഹോസ്പിറ്റലിന് മുന്നിൽ കണ്ണീരുമായി ഞാനും എന്റെ പ്രഭയും എത്ര നാളുകൾ കഴിഞ്ഞു. ഒരു കരുണയും ഞങ്ങളോട് ഈശ്വരൻ കാണിച്ചില്ല. ഒരു കുഞ്ഞെ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതി ഞങ്ങൾ സമാധാനിച്ചു. പിന്നെ ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ഓള് ശ്രീകുട്ടിയായിരുന്നു. അവളുടെ ഒരു ഇഷ്ടത്തിനും ഞങ്ങൾ ഒരിക്കലും എതിര് നിന്നില്ല. ബാംഗ്ലൂരിൽ ഫ്രണ്ട്സിന്റെ കൂടെ പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പോ അതിന് ഞാനും പ്രഭയും സമ്മതിച്ചു. ആ കാലത്തൊന്നും സമാധാനത്തോടെ ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അവളുടെ വിവാഹമായിരുന്നു എന്റെ ഏറ്റവും വലിയ സ്വപ്നം. നമ്മുടെ ആഗ്രഹം സഫലമാകും. ദക്ഷ ഉറക്കുമെന്ന് പറഞ്ഞ അത് അന്തിമ വിധിയാണെന്ന് അറിയാതെയാണോ ലൂക്ക ഈ കളിക്ക് അഡ്വാൻസ് വാങ്ങി ഇറങ്ങിയത്? മാഡം, സംഭവ സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നതല്ലേ. പ്ലാൻ പിഴച്ചിട്ടില്ല. ആ പെൺകൊച്ചിനെ തട്ടിയിടുകയല്ല ചെയ്തത്. രക്ഷപ്പെടാനാവാത്ത ഇടിയായിരുന്നു. അവനെങ്ങനെ അപ്പോ അവിടെ എത്തി? ആക്സിഡന്റ് നടന്നാലുടനെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് ലൂക്കായിരിക്കണം ഞാൻ പറഞ്ഞതല്ലേ. സഞ്ജുവും ആ വീട്ടിലെ പെങ്കൊച്ചു ഓടി വന്നാൽ എനിക്ക് എന്റെ വണ്ടിയെ കയറ്റാൻ പറ്റുമോ? കാറ് കംപ്ലൈന്റ് ആയപ്പോൾ അവൾ അവനെ വിളിച്ചിരുന്നു മാഡം. എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ വിവരം? 48 മണിക്കൂർ പിന്നിടില്ലെന്നുള്ള റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാനുള്ള ശ്രമവും വിജയിക്കില്ല. ഉറപ്പായി മരണമുണ്ടാവും. 48 മണിക്കൂർ വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറല്ല. തീരുമാനമെടുത്ത് കാത്തിരിക്കുന്ന ശീലം ദക്ഷയ്ക്കില്ല. 48 മിനിറ്റ്, അതാണ് ഞാൻ ലൂക്കയ്ക്ക് തരുന്ന സമയം. 48 മിനിറ്റിനുള്ളിൽ അവളുടെ മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള കോൾ എനിക്ക് വരണം. മംഗലശ്ശേരി വീടിന്. കവിതയും വല്യേച്ചി അങ്ങോട്ട് വന്നോ? അമ്മൂനെ അവിടെ ഞാനൊരുവിധം പിടിച്ചിരുത്തിയിരിക്കുമായിരുന്നു. വല്യേച്ചി വന്ന സങ്കടം മുഴുവൻ അമ്മൂനോട് തീർത്തു. അമ്മ, എന്നോട് ഇവിടുന്ന് പോവാൻ പറയല്ലേ അമ്മ. ഇവിടെ പോവാനെ മോളെ, അമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നു. അമ്മോ, ഇപ്പൊ ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. രാജുവിന്റെ കൂടെ നീ വീട്ടിലേക്ക് പോണം. ഞാൻ പോവില്ല, ഞാൻ പോവില്ല. ഇവിടെ എന്റെ അടുത്ത് ഇരിക്കട്ടെ മോനെ. അത് നടക്കില്ലമ്മേ. വലിയ പിശിക്ക് അത് ഇഷ്ടമല്ല. അല്ല, ഇവിടെ ഇരുന്ന് കാഞ്ചനയ്ക്ക് എന്താ കുഴപ്പം? എന്ത് പറയാനാ ചേച്ചി? അമ്മു ഹോസ്പിറ്റലിൽ നിൽക്കാൻ പാടില്ലെന്നാ വല്യേച്ചി പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ വന്ന അമ്മൂനെ കണ്ട ഒരു പുകില് തന്നെ ഉണ്ടാവും. ഇതാരുടെയും കുടുംബസ്വത്തൊന്നുമല്ല. ഇവിടെ നിന്ന് ഇഷ്ടമില്ലാത്തവരോട് പോകാൻ പറയാൻ ആർക്കും അധികാരമില്ല.
അമ്മ ആരെയും പേടിച്ച് എങ്ങും പോകുന്നില്ല. അങ്കിള് വരും വരായി അറിയാതെ സംസാരിക്കരുത്. വല്യപ്പച്ചയുടെ മകളാ അകത്ത് കിടക്കുന്നത്. ഇവിടെ ആര് നിൽക്കണം നിൽക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം വല്യപ്പച്ചയ്ക്ക്. അമ്മ എന്നോട് പോവാൻ പറയല്ലേ. അമ്മ ഇവിടെ ഒന്നല്ല, ഈ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാൻ പാടില്ല. റൂമിൽ വന്നല്ലേ വല്യപ്പച്ചി കയർത്ത് നിന്നോട് പറഞ്ഞത്. ഇവിടെ വെച്ച് അമ്മൂനെ കണ്ട വലിയ ചടങ്ങി നിൽക്കില്ല. റൂമിൽ വെച്ചുണ്ടായതിനേക്കാൾ വലിയ പൊട്ടിത്തെറിയായിരിക്കും ഐസിയുവിന് മുന്നിൽ നടക്കാൻ പോകുന്ന. സഞ്ജു പറയുന്നത് അമ്മ അനുസരിക്കുക. ഐസിയുവിന് മുന്നിൽ ഒച്ചപ്പാടുണ്ടാക്കിയ ഇവിടെ ഒരാളെ പോലും ഇരിക്കാൻ അനുവദിച്ചൊന്നും വരില്ല. എല്ലാവരോടും പുറത്തു പോകാൻ പറയും. അവര് പറയുന്നത് സത്യം. വല്യേച്ചി പിടിവിട്ട് നിൽക്ക. ഇനി നീ ഇവിടെ ഇരിക്കണ്ട അമ്മു. ഞാൻ അമ്മൂനെ കൊണ്ട് വീട്ടിലേക്ക് പോവാം. ചേച്ചി ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് ഇവിടെ വിട്ടു പോവാൻ പറ്റില്ല. മറ്റെവിടേക്കെങ്കിലും മാറിയിരുന്നോളാം. നീ എവിടെ മാറിയിരിക്കും നീ പറയുന്ന? ഇവിടെ ഇരുന്നിട്ടും സ്വാതി കയറി കാണാൻ ആർക്കും കഴിയില്ല. അമ്മോ, നീ കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നീ എഴുന്നേറ്റ് വാ മോളെ, ഞാൻ നിങ്ങളെ കൊണ്ടുവിടാം. സഞ്ജുവിന്റെ മാനസികാവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കണം. മോള് ചെല്ല്. കാഞ്ചനയ്ക്ക് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് മോളിവിടെ നിൽക്കണ്ട. കാവേരിയുടെ ദിനേശിന്റെ കൂടെ എനിക്കിനി ഒരു ദൈവത്തെയും വേണ്ട. ഒരു ദൈവത്തെ ഞാനിനി പൂജിക്കില്ല. എന്തിനു നിന്നെ ഞാനിനി പൂജിക്കണം? ഞാൻ കാരണം എന്റെ ചേച്ചിക്ക് ഈ ഒരു വിധി വന്നത്. എന്റെ പ്രാർത്ഥനകളൊക്കെ എന്റെ ചേച്ചിക്ക് വേണ്ടിയായിരുന്നു. എന്നിട്ട് എന്റെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു വിധി വരുത്തി വെച്ചല്ലേ. അമ്മ, എന്റെ ദൈവം മരിക്കാൻ കിടക്കുന്നു. ഇനി എനിക്കെന്തിനാ മറ്റൊരു ദൈവം? എനിക്കിനി മരിച്ചാ മതി. നിന്റെ മുന്നിൽ ഞാൻ തല തല്ലി മരിക്കും. ഇതെന്നെ അമ്മോ, നീ എന്തായി കാണിക്കുന്നെ? അമ്മോ, അമ്മ മോളെ എന്തായി ചെയ്യേ? അമ്മ വേണ്ട അമ്മ. എനിക്ക് തല തല്ലി മരിക്കണം. അമ്മോ, ശ്രീകുട്ടിക്ക് ഒന്നും പറ്റില്ല മോളെ. കൃത്യസമയത്ത് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലേ? ഈ പരീക്ഷണം നമ്മൾ നേരിടും. നിന്റെ ചേച്ചി തിരിച്ചു വരും. ദിനേശേട്ടാ, എന്റെ മടിയിൽ കിടന്ന ചേച്ചി. അമ്മ, ശ്രീകുട്ടി നമ്മളെ വിട്ട് പോവില്ല മോളെ. എന്റെ ചേച്ചിക്ക് ഇത് വരാൻ കാരണം ഞാനാ. നയച്ച കല്യാണാൽപ്പം വാങ്ങാൻ പോയതാ എന്റെ ചേച്ചി. എല്ലാം സഞ്ജു എന്നോട് പറഞ്ഞു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മുടെ ശത്രുക്കൾ കരുതിക്കുട്ടി ചെയ്തതാ ഇത്. നിന്റെ ചേച്ചിയെ ദൈവം തിരിച്ചു തരുമോളെ. നീ മനസ്സുടി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. മോളെ, നീ വല്ല അവിവേകവും കാണിച്ച ശ്രീകുട്ടിക്കത് താങ്ങാൻ കഴിയും. ബോധം തെളിഞ്ഞാലൂടെ അവൾ ആദ്യം അന്വേഷിക്കുന്നത് നിന്നെയായിരിക്കും. നീ സ്വയം തല തല്ലി കയറി മരിച്ച ഞങ്ങൾ അവളോട് എന്ത് പറയും? ദൈവത്തെ വിശ്വസിക്കാൻ എന്നോട് പറഞ്ഞത് നീ. ഡോക്ടർ, ആ വരൂ മിസ്റ്റർ സഞ്ജു.
എന്റെ ഫ്രണ്ട് മനുശങ്കർ. ഉം. എന്താ സർ? ഒരു സർജറി കൂടി വേണ്ടിവരും. വലിയ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടല്ല. ഒന്നുകൂടി സ്കാൻ ചെയ്താണ് മെഡിക്കൽ ടീം ഇങ്ങനൊരു തീരുമാനമെടുത്തത്. പക്ഷേ അതിനൊരു തടസ്സമുണ്ട്. പേഷ്യന്റിന് എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടാകണം. അപ്പോ മരിച്ചതിന് തുല്യം കിടക്കാണോ ഡോക്ടർ? സ്വാതി 48 മണിക്കൂർ എന്ന് പറഞ്ഞത് അതുകൊണ്ടാ സഞ്ജു. മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ സർ? അതിനൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ അങ്ങോട്ട് പറയുമായിരുന്നു. ഈ അവസ്ഥയിൽ പേഷ്യന്റിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് വലിയ റിസ്ക്കാണ്. അതേപ്പറ്റി ചിന്തിക്കാൻ കൂടി പാടില്ല. ഡോക്ടർ അനന്തനാരായൺ ഇപ്പോൾ ഡൽഹിയിലാണ് ഉള്ളത്. അദ്ദേഹം നമ്മുടെ റിക്വസ്റ്റ് സ്വീകരിച്ച് ഇവിടെ വന്ന് കോംപ്ലിക്കേറ്റഡ് സർജറികളും ചെയ്യാറുണ്ട്. വിജയപ്രതീക്ഷയുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം അത് ഏറ്റെടുക്കൂ. സ്വാതിയുടെ ഇതുവരെയുള്ള ട്രീറ്റ്മെന്റ് സമ്മറി അദ്ദേഹത്തിന് മെയിൽ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അനന്തനാരായൺ തിരിച്ചു കോൺടാക്ട് ചെയ്തിട്ടാ സഞ്ജുവിനെ ഞാൻ വിളിപ്പിച്ചത്. അദ്ദേഹം വരുമോ ഡോക്ടർ? നാളെ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് അദ്ദേഹം വരും. പക്ഷേ പേഷ്യന്റിന്റെ ബോഡി പ്രതികരിച്ചു കാണണം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ ഇനി വരാൻ പോകുന്ന ഈ ഒരു രാത്രി. നാളെയും സ്വാതിയുടെ അവസ്ഥ ഇതേ നിലയിൽ തുടർന്നാൽ സർജറി നടക്കില്ല. സോറി സഞ്ജു, പ്രതീക്ഷയില്ല എന്ന് തന്നെ വിധി എഴുതേണ്ടി വരും. നന്നായി പ്രാർത്ഥിക്കൂ. നമ്മൾ എന്തൊക്കെ ചെയ്താലും എല്ലാം ദൈവത്തിന്റെ തീരുമാനം പോലെയായിരിക്കും. ആ മനസ്സോടെ സഞ്ജു പൊയ്ക്കൊള്ളൂ. എനിക്ക് സഞ്ജു. ഗൗതം, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തോ? ഗൗതം എന്നോട് സത്യം പറയണം. ഗൗതമാണോ ഇതിന് പിന്നിൽ? ആണെങ്കിൽ എന്നോട് കള്ളം പറയരുത്. ഇടിച്ച ആ വണ്ടി പോലീസ് കണ്ടെത്തിയതായി വിവരം കിട്ടിയിട്ടുണ്ട്. അതിന് പിന്നിൽ എനിക്ക് ഒരു പങ്കുമില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. വല്യേച്ചിയുടെ മകൾ എന്റെയും കൂടിയാ. ആ കാര്യം ഗൗതം മറന്നു പോകരുത്. ഗൗതത്തിന് ഇതിൽ പങ്കില്ലെന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. സത്യമായിട്ടും എനിക്ക് അറിവുള്ള കാര്യമല്ല. എന്റെ ടാർജറ്റ് സഞ്ജുവാ. പിന്നെ ഞാൻ എന്തിനാ ആ പെണ്ണിന്റെ ജീവൻ എടുക്കണം? ഇവിടെ വിളിച്ച് വിവരം പറഞ്ഞത് ഒരു സ്ത്രീയാ. ഈ കുടുംബത്തെ ഒന്നാകെ നശിപ്പിച്ചു കളയാൻ പുറത്തൊരാൾ കാത്തിരിപ്പുണ്ട്. കോൾ വന്ന നമ്പർ ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പേര് പോലും പറയാതെ ഒളിച്ചിരിക്കുന്നവൾ ആരാണെന്ന് എനിക്കറിയണം. അവൾ ആരായാലും കവിതയുടെയും കൂടി ശത്രുവാ. അതുപോലെ ആകണം ഗൗതമനും. നമുക്ക് നാളെ കാണാം. മംഗലശ്ശേരി കുടുംബത്തിന് ഇനിയൊരു ശത്രു വേണ്ട. കണക്കുകൾ പങ്കിടാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനേ എന്റെ വഴിക്കൊന്ന് അന്വേഷിക്കട്ടെ. നീ അവതാരം ആരാണെന്ന് അറിഞ്ഞേ പറ്റൂ. ആ പെണ്ണ് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? അതിന് സാധ്യതയില്ല. മിക്കവാറും ഇന്ന് രാത്രിക്കപ്പുറം പോവില്ല. നീ വെച്ചു, നാളെ കാണാം. കാഷായവും ധരിച്ച് മാറ്റം വന്നെന്ന് പറഞ്ഞിട്ട് സ്വഭാവം പഴയത് തന്നെ. ഒളിഞ്ഞു നോട്ടം. വല്യേച്ചി ഐസിയുന് മുന്നിലിരുത്തി നീ വീട്ടിലേക്ക് ഓടണമെങ്കിൽ ഒരു കാരണമുണ്ടെന്ന് എനിക്കറിയാം. വീട്ടിൽ വന്നതേ സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയൊന്നല്ല ഞാൻ വന്നത്. വല്യേച്ച് കഴിക്കുന്ന ടാബ്ലറ്റ്സും കുറച്ച് ഡ്രസ്സും എടുത്തിട്ടേ ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് പോവും. ഗൗതമിന്റെ കൂടെയുള്ള സ്ത്രീ ഏതാ? അനാവശ്യം പറയരുത്. എല്ലാ കഥകൾ പറഞ്ഞ വെച്ചേക്കില്ലെന്ന് ഞാൻ കൊന്നു തള്ളും. കവിതേ, ഇതിന്റെ പിന്നിൽ ഗൗതമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല. എന്നെ കൊന്നുകളയെന്ന് പറഞ്ഞാൽ ദിനേശൻ പേടിക്കുന്ന കാലമൊക്കെ പോയി. ഈ കുടുംബത്തിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാ. നമ്മൾ തമ്മിൽ ഇനി ഒരിടപാടുമില്ല. ഇനി നീ സൂക്ഷിക്കണം ഈ ദിനേശനെ. ശത്രുവിനെ കണ്ടെത്തുന്നതിന് പകരം പുകമറ തീർക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ അടുത്തത് വീഴാൻ പോകുന്നത് നീയാ.
ചേച്ചി ഇല്ലാതായി എനിക്കൊരു ജീവിതം തരാനാണോ ദേവി പോകുന്നേ? എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട. ഞാൻ ഒരു നിമിഷമെങ്കിലും അദ്ദേഹത്തോടൊപ്പമുള്ള ജീവിതം ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു മോഹം എന്റെ ഉള്ളിലുണ്ടെങ്കിൽ ദേവിയുടെ മുന്നിൽ വന്ന് ഞാനത് പറയില്ലേ? എന്റെ ചേച്ചിയുടെ വിവാഹത്തിനല്ലേ ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചത്? എന്റെ ചേച്ചിയുടെ വിവാഹം കാണാൻ കാത്തിരുന്നവളാ ഞാൻ. അതിലും വലിയൊരു സന്തോഷം എനിക്ക് വേണ്ട. അതറിഞ്ഞു വെച്ച് എന്നെ ചതിക്കാൻ നിനക്ക് എന്തൊരു മനസ്സ് വന്നു? ഇത്രയ്ക്ക് കഠിനമാണോ നിന്റെ മനസ്സ്? ഇതാണോ നിന്നെ ഉപാസിച്ച് ജീവിക്കുന്ന ഈ വീട്ടിലുള്ളവർക്ക് നീ കൊടുക്കുന്ന വിധി? ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്നതാ എന്റെ അമ്മയും അച്ഛനും ദേവിയെ ഭജിച്ചു കിട്ടിയ കുഞ്ഞാണ് ലച്ചുന്ന്. എന്നിട്ട് ഇന്നാളെ നീ എന്നോട് ചെയ്ത ക്രൂരതകൾ എന്തൊക്കെയാ? പെറ്റമ്മയുടെ മുഖം ഒന്ന് കാണാനുള്ള ഭാഗ്യം നീ എനിക്ക് തന്നില്ല. ഞാൻ ഭൂമിയിൽ വീണ നിമിഷം നീ എന്റെ അമ്മയെ തട്ടിയെടുത്ത്. മലപ്പാലിന്റെ രുചി ഞാൻ അറിഞ്ഞിട്ടില്ല. ബാല്യത്തിലെത്തുന്നതിന് മുന്നേ നീ എന്റെ അച്ഛനെയും കൊണ്ടുപോയി എന്നെ അനാഥയാക്കി. ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്രയായിരുന്ന എന്റെ മുത്തശ്ശിയെയും എന്നിൽ നിന്ന് നീ എടുത്തു. ഒടുവിലിപ്പം എനിക്ക് മാത്രം സ്നേഹം തന്ന് കൂടപ്പിറപ്പായി ഹൃദയത്തോട് ചേർത്ത് വെച്ച എന്റെ ചേച്ചിയുടെ ജീവന് വേണ്ടി തിടുക്കം കൂട്ടി നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞ സത്യം. നിനക്ക് കേൾക്കാനും മുരിയിടാനും പറ്റില്ല. മനസ്സ് നൊന്ന് പ്രാർത്ഥിക്കുന്നവരുടെ സങ്കടങ്ങളും വേദനയും മനസ്സിലാക്കാനാവില്ല. പ്രതിമ മാത്രമാണ് നീ. ഇനി ഞാൻ നിന്റെ മുന്നിൽ വരില്ല. എന്റെ ചേച്ചി ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുന്നേ എന്താ അങ്കിളെ? മോനെ, അമ്മൂനെ വീട്ടിൽ കാണാനില്ല. അങ്കിൾ എന്തൊക്കെയാ പറയുന്നത്? രാത്രിയിൽ അവൾ ഇവിടെ പോവാനാ? ഇങ്ങോട്ട് അവള് വന്നിട്ടില്ല. നീ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കാവ്യയോട് സംസാരിച്ചപ്പോ അവൾ മറഞ്ഞു നിന്ന് കേട്ടുന്ന എനിക്ക് തോന്നുന്നത്. ഈ വീട്ടിൽ അവളെ നോക്കാൻ ഒരു സ്ഥലം പോലും ഇനി ബാക്കിയില്ല. അമ്മ ടെറസിലും ഇല്ല ദിനേശ് ചേട്ടാ. അവള് ജീവനെടുക്കാൻ ഇറങ്ങിപ്പോയതാ. ശ്രീകുട്ടി ഇല്ലാതെ അവള് ജീവിക്കില്ല. ദൈവങ്ങളെ, ഞങ്ങളെ എന്തിനെങ്ങനെ പരീക്ഷിക്കുന്നത്? ഓ നെഗറ്റീവോ ബി നെഗറ്റീവോ ബ്ലഡ് ഗ്രൂപ്പുള്ള ഡോണറെ വേണ്ടത്. എത്രയും വേഗം ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെടണം. ബി നെഗറ്റീവ് നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ലല്ലോ. അത് പിന്നെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുമായി ശ്രീകുട്ടിയുടെ ചേരില്ലെന്ന് വല്യേച്ചിക്ക് അറിയാലോ. എന്റെ കുട്ടിക്ക് ബ്ലഡ് കൊടുക്കാനുള്ള യോഗം പോലും എനിക്കില്ലല്ലോ. രാജു, നിന്റെ ഗ്രൂപ്പ് ചേരുവടാ? ഇല്ല ശ്രീദേവമ്മേ. അല്ല, സഞ്ജു ഈ നേരത്തെ എവിടെ പോയി? എവിടെടാ സഞ്ജു? അച്ഛന്റെ റൂമിനുണ്ടെങ്കിൽ ചെന്ന് വിവരം അറിയിക്ക് ചെല്ല്. സഞ്ജു വീട് വരെ പോയിരിക്കാം. ഒരാവശ്യം വന്നിട്ട് അവൻ പോയതാ. സഞ്ജു വീട്ടിൽ പോയെന്നോ? എല്ലാവരും ഇവിടെ മനസ്സൊരുക്കി കഴിച്ചു കൂട്ടുമ്പോ എന്തിനാ അവൻ വീട്ടിലേക്ക് പോയത്? കാര്യമൊന്നും അവൻ എന്നോട് പറഞ്ഞില്ല. ഉടനെ വരാന്ന് പറഞ്ഞാ പോയത്. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്.
അല്ലെങ്കിൽ സഞ്ജു പോവില്ല. ചോരക്കറ പിടിച്ച ഷർട്ട് പോലും മാറാൻ കൂട്ടാക്കാതെ നിന്നത് അവൻ. രാജു, എന്താ വീട്ടിൽ സംഭവിച്ചത്? പറയടാ. എന്നോട് പറയാതെ അവൻ പോവില്ല. എനിക്കറിയാം അവൻ എന്തിനാ ഈ സമയത്ത് വീട്ടിലേക്ക് പോയതെന്ന്. അത് അമ്മൂനെ വീട്ടിൽ കാണുന്നില്ലെന്ന് ദിനേശ് ഞങ്ങള് വിളിച്ചു പറഞ്ഞു. ഈശ്വര, അവൾ ഇറങ്ങിപ്പോയോ? എന്റെ ദൈവമേ. ഇറങ്ങിപ്പോയവളുടെ പിന്നാലെ പോയിരിക്കാണോ അവൻ? ഓ, കഷ്ടം തന്നെ. അവന് ശ്രീകുട്ടിയാണോ വലുത് അമ്മുവാണോ? കൂടെ ജീവിക്കേണ്ട പെണ്ണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോ തന്നിഷ്ടം പോലെ ഇറങ്ങിപ്പോയ വീട്ടുജോലിക്കാരിയുടെ പിന്നാലെ അവൻ ഓടിയിരിക്കുന്നു. എന്തിനാ കവിതയപ്പച്ചി അവനെ വെറുതെ കുറ്റപ്പെടുത്തുന്നത്? അവൻ അനുഭവിക്കുന്ന വേദന നിങ്ങൾ അതൊന്ന് മനസ്സിലാക്ക്. സ്വാതി കണ്ണു തുറന്ന അമ്മൂനെ അന്വേഷിക്കുക. അമ്മു ഇറങ്ങിപ്പോയിന്ന് പറഞ്ഞ സ്വാതി സഹിക്കോ? അവള് കണ്ണു തുറന്നിട്ട് അന്വേഷിച്ചു പോകാമല്ലോ. അത്രയേ ഞാൻ പറഞ്ഞോളൂ. ഒരാവശ്യം വന്നപ്പോ ഇപ്പൊ അവൻ ഇവിടെ ഉണ്ടോ? അവള് കാരണം എന്റെ മോൾക്ക് ഈ അവസ്ഥ വന്നതെന്ന് അറിഞ്ഞിട്ടും സഞ്ജു പിന്നാലെ പോവാൻ പാടില്ലായിരുന്നു. ആ നാശം എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് കരുതണമായിരുന്നു. അവള് പോയത് മൂന്നാറിലേക്ക് തന്നെയാ. സഞ്ജു അവിടെ വരെ പോവാതെ അവളെ എങ്ങനെ കണ്ടുപിടിച്ച് കൊണ്ടുവരാനാ? ശ്ശേ. ദൈവമേ, ബ്ലഡിന് വേണ്ടി ഞാൻ ഇനി എങ്ങോട്ട് ഓടാന്? കവിതേ, നിന്റെ ഓഫീസിൽ ആരോടെങ്കിലും വിളിച്ചൊന്ന് ചോദിക്കേ, ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ആരെങ്കിലും ഉണ്ടോന്ന് പ്ലീസ്. വിളിക്കാനല്ലേ ജി? എന്ത് കേസാ? സൂയിസൈഡ് അറ്റംപ്റ്റ്. ആ ബെഡിലേക്ക് മാറ്റൂ. ശരി. ആ കെട്ടഴിക്കൂ. ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പേഷ്യന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കി ബ്ലഡിന്റെ അവൈലബിലിറ്റി ഉറപ്പാക്കണം. ശരി ഡോക്ടർ. വേഗം വേണം. പുറത്തുള്ളവരെ വിവരം അറിയിച്ചോളൂ. സ്വാതിയുടെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയാ സിസ്റ്റർ? ഡോക്ടർ പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല. ഡോക്ടർ വന്ന് സംസാരിച്ചോളൂ. പിന്നെ സ്വാതിയുടെ ബ്ലഡ് ഗ്രൂപ്പിന്റെ ഡോണർ വന്നു. അവളുടെ ഗ്രൂപ്പ് ബി നെഗറ്റീവാ. അതെ, ബി നെഗറ്റീവ് വേണമെന്ന് അറിയിച്ചിരുന്നു. ആരെങ്കിലും വന്നോ? ഞങ്ങളുടെ ആരുടെയും ഗ്രൂപ്പ് അവളുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ചേരില്ല. പലരെയും കോണ്ടാക്ട് ചെയ്തു, ഒന്നും നടന്നില്ല. ഏത് ഗ്രൂപ്പാ സിസ്റ്റർ വേണ്ടത്? ഓ നെഗറ്റീവോ ബി നെഗറ്റീവോ വേണം. നിങ്ങൾ ട്രൈ ചെയ്യൂ. എന്റേത് ബി നെഗറ്റീവാ. അതിനുവേണ്ടി ആരെ അന്വേഷിക്കണ്ട. ഇപ്പൊ കൊണ്ടുവന്ന പേഷ്യന്റിന് ബ്ലഡ് വേണം. അതുടനെ കിട്ടണം. ആ പേഷ്യന്റ് ബ്ലഡ് ഗ്രൂപ്പ് വളരെ റേറാ. എ ബി നെഗറ്റീവ്. ഒരിക്കൽ ഞാൻ അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ ബ്ലഡ് ഗ്രൂപ്പാ അമ്മുന്റേത്. ഞാൻ കൊടുക്കാം. എന്നാൽ രണ്ടുപേരും പെട്ടെന്ന് ബ്ലഡ് ബാങ്കിലേക്ക് പൊയ്ക്കോളൂ. ഫസ്റ്റ് ഫ്ലോറിലാ. മോനെ,
വേഗം വാ. ഇത് മതി വല്യച്ഛയ്ക്ക് ദിനേശിനോട് സിമ്പതി തോന്നാൻ. കവിത ഒറ്റപ്പെട്ടു തുടങ്ങിയോ എന്നൊരു തോന്നൽ. അച്ഛൻ എന്താ കാണണമെന്ന് പറഞ്ഞത്? മോളെ, നീ ഇതുവരെ പ്രഭയെ വിവരം അറിയിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി. ചെറിയ ആക്സിഡന്റോ ഹോസ്പിറ്റൽ കേസോ ആണെങ്കിൽ പ്രഭയെ ടെൻഷൻ അടിപ്പിക്കണ്ടെന്ന് കരുതി അറിയിക്കാതിരിക്കാം. ഇതങ്ങനെയാണോ മോളെ? എന്റെ മോളുടെ കാര്യത്തിൽ അച്ഛനും പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അച്ഛ, എനിക്ക് അവളെ തിരിച്ചു കിട്ടില്ല അച്ഛ. വിളിക്കാവുന്ന ഈശ്വരന്മാരെ മുഴുവൻ വിളിച്ച് കരഞ്ഞപേക്ഷിക്കല്ലേ മോളെ? ദേവി നമ്മളെ കൈവഴിയില്ലെന്ന് വിശ്വസിക്കാം. നമ്മുടെ കുട്ടിയെ തിരിച്ചു തന്നില്ലെങ്കിൽ എന്തിനാ വച്ചാരാധനയും പൂജയും കുടുംബദേവതയൊക്കെ? ദേവി കനിവ് കാട്ടുമോളെ, നീ തളർന്നു പോവാതിരുന്നാ മതി. ശാസ്ത്രികൾ പറഞ്ഞത് നീ പുച്ഛിച്ചു തള്ളിയതല്ലേ? മംഗലശ്ശേരിയിലെ പുതിയ തലമുറയ്ക്ക് പ്രാണഭേദി അദ്ദേഹം പ്രവചിച്ചത്. നിനക്ക് കാളസർപ്പയോഗവും പറഞ്ഞു. എല്ലാ ചട്ടായി. അച്ഛ, ഞാനങ്ങനൊന്നും കരുതിയില്ല അച്ഛ. എന്റെ കുഞ്ഞിന് ആപത്ത് വരാൻ പോകുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സദാ നേരവും ഞാൻ അവക്കൊപ്പം തന്നെ ഉണ്ടാവുമായിരുന്നു. എന്തൊക്കെ ചെയ്താലും വിധിയെ തടയാനാവില്ല. ദൈവചിന്ത മനസ്സിലുണ്ടെങ്കിൽ ആപത്തുകളുടെ കാഠിന്യം കുറയും. ഇവിടെ ഇവ തന്നെ ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മു ഇപ്പോൾ പൂജാമുറിയിൽ അവളുടെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിനക്ക് അമ്മുവിനോട് വെറുപ്പാണെങ്കിലും അവളുടെ പ്രാർത്ഥനയ്ക്കും ഫലമുണ്ടാകുമെന്ന് നീ മനസ്സിലാക്കണം. പാവം പെണ്ണാവൾ. അവളെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയട്ടെ. എന്റെ മോളുടെ ജീവൻ നിലനിർത്താൻ ആര് പ്രാർത്ഥിച്ചാലും ഞാൻ വേണ്ടാന്ന് പറയില്ല അച്ഛ. ഞാൻ അത്രയ്ക്ക് തകർന്ന അച്ഛ. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു തിരിച്ചടി ഇനി ഉണ്ടാവാനും പോകുന്നില്ല. പൾസ് ചെക്ക് ചെയ്തോ? നോർമലായി വരുന്നുണ്ട്. സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലേ? റിപ്പോർട്ട് ചെയ്യണം. ഡോക്ടർ, ഈ പേഷ്യന്റ് സോദിയുടെ സിസ്റ്ററാ. ഈ പേഷ്യന്റിന്റെ സിസ്റ്ററോ? അതെ ഡോക്ടർ. ചേച്ചി രക്ഷപ്പെടില്ലെന്നറിഞ്ഞ് ആത്മഹത്യക്ക് ശ്രമിച്ചത് അനിയത്തി. അവർ തമ്മിൽ അത്ര അടുപ്പത്തില്ല. ആ നിലയ്ക്ക് കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആലോചിച്ചിട്ട് പോരെ ഡോക്ടർ? പേഷ്യന്റിന്റെ ബോധം തെളിയട്ടെ. സ്വാതിയുടെ കാര്യത്തിൽ രാംമോഹൻ സാർ ഇപ്പോഴും കൺഫ്യൂഷനില്ല. ഇതുവരെയും ഒരു പ്രതികരണവും ഇല്ലാത്ത നിലയ്ക്ക് എങ്ങനെ നാളെ സർജറി നടത്തും? ഡോക്ടർ അനന്തനാരായണൻ സാർ രാവിലെ എത്തുമെന്നാണല്ലോ കേട്ടത്. മോർണിംഗ് ഫ്ലൈറ്റാ. അദ്ദേഹത്തിന് പുറപ്പെടേണ്ടി വരുമോ ഇല്ലയോ എന്ന കാര്യം ഇന്ന് രാത്രി അറിയാം.
ശരി സിസ്റ്റർ, ഞാൻ അടുത്ത ക്യാബിനിലുണ്ടാവും. ശരി ഡോക്ടർ. സഞ്ജു, ശ്രീദേവി അങ്ങോട്ട് ചെല്ലും. കുഴപ്പമില്ല, എനിക്ക് സോറി.